ഇൻവെസ്റ്റ്മെന്റ് സീരീസിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മാസം വെറും 1000 രൂപ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞാൽ അത് 6 കോടി രൂപയോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് SIP, എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക്സ്, സത്യത്തിൽ ഈ കോടികളൊക്കെ റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ റോഷൻ, വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലോ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകണം. നിങ്ങൾക്ക് 2 രീതിയിൽ യാത്ര ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ സ്വന്തം വണ്ടി ഓടിച്ച് ഡൽഹിയിലേക്ക് പോകാം. 2, ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സ്വന്തം കാറാണെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയണം, ഒപ്പം റിസ്ക് കൂടുതലാണ്. മറിച്ച് ട്രെയിനിലാണെങ്കിൽ ഇത് ഓടിക്കാൻ അറിയുന്ന ഒരു ലോക്കോ പൈലറ്റ് ഉണ്ട്, കൂടാതെ റിസ്ക് കുറവാണ്, ഒപ്പം നമ്മുടെ കൂടെ പല ജനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ ഒരു കമ്പനിയെ പഠിച്ച് ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. മറിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മളിപ്പോഴുള്ള പല ആളുകളും പൈസ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തി, അതായത് ഫണ്ട് മാനേജർക്ക് കൊടുത്ത് ആൾ അതുവഴി ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇതാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് SIP, 2 ലംസം. അപ്പോൾ എന്താണ് SIP? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ചിട്ടി പോലെ. അടുത്തത് ലംസം, വലിയൊരു എമൗണ്ട് ഒറ്റവട്ടം ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് ലംസം. ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ് ഈ ലംസം ആണോ അത് SIP ആണോ ലാഭമെന്ന്. അപ്പോൾ ഇതിന് പറ്റിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ ഒട്ടുമിക്ക ജോലിക്കാരും SIP ആണ് ഇൻവെസ്റ്റ് ചെയ്യുക, കാരണം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അടുത്തത് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. 4 ടൈപ്സ് മ്യൂച്വൽ ഫണ്ടാണ് ഉള്ളത്. 1 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, 2 ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്, 3 ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്, 4 മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ? ഒരു കൂട്ടം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 6 എണ്ണം വരുന്നുണ്ട്. 1 ലാർജ് ക്യാപ്പ്, 2 മിഡ് ക്യാപ്പ്, 3 സ്മോൾ ക്യാപ്പ്, 4 മൾട്ടി ക്യാപ്പ്, 5 സെക്ടോറിയൽ ഫണ്ട്, 6 ELSS. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1 ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ റിലയൻസ്, അദാനി, ടാറ്റ ഇതുപോലുള്ള ഒരു കൂട്ടം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്, ഒപ്പം റിട്ടേൺസും കുറവാണ്. നമ്പർ 2 സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. ഇന്ത്യയിലുള്ള ഒരു കൂട്ടം ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ്, ഒപ്പം റിട്ടേൺസും വളരെ കൂടുതലാണ്. നമ്പർ 3 മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടും അതുപോലെ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കൂട്ടം കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്പർ 4 മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. ഇതിന് നമ്മൾ ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടും കൂടി പറയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇതിലെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്പർ 5 സെക്ടോറിയൽ മ്യൂച്വൽ ഫണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ടറിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എക്സാമ്പിളായിട്ട് നമ്മൾ ബാങ്കിങ് സെക്ടർ എടുത്തു. അപ്പോൾ ഒരു കൂട്ടം ബാങ്കുകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സെക്ടോറിയൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ELSS. ഇത് മെയിനായിട്ട് ടാക്സ് ലാഭിക്കാൻ വേണ്ടിയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന് പക്ഷേ ഒരു 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അടുത്തത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. മെയിൻലി ഇത് ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺസ് കുറവായിരിക്കും, ഒപ്പം റിസ്ക്കും കുറവായിരിക്കും. അടുത്തത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. നേരത്തെ പറഞ്ഞ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും അതുപോലെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലും കൂടി മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് മറ്റു മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇൻഡെക്സ് ഫണ്ട്, റിട്ടയർമെൻറ്റ് ഫണ്ട്, ഇതെല്ലാം ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടേംസ് പഠിക്കാം. നമ്പർ 1 NAV, നെറ്റ് അസറ്റ് വാല്യൂ. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ അതിന് വില ഉണ്ടാവും, അതായത് നമ്മുടെ ഷെയർ പ്രൈസ്. അതേപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലെ NAV, അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വിലയാണ് നമ്മൾ NAV എന്ന് വിളിക്കുന്നത്. ഇതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്, ഞാനത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണില്ല. പിന്നെ പലരും പറയുന്നതാണ് ചെറിയ NAVയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത്, കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നത്. പക്ഷേ ചെറിയ NAV വലിയ NAV അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മുടെ റിട്ടേൺസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2 NFO, ന്യൂ ഫണ്ട് ഓഫർ. അതായത് പുതിയൊരു മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ വരുന്നതിനെയാണ് നമ്മൾ NFO എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ IPO പോലെ. പക്ഷേ IPO പോലെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്പർ 3 എക്സ്പെൻസ് റേഷ്യോ.
ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ നല്ല രീതിക്കുള്ള നടത്തിപ്പിന് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈടാക്കുന്ന ഒരു ചാർജാണ് എക്സ്പെൻസ് റേഷ്യോ. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ ഈ ചാർജ് കേട്ടുള്ള എമൗണ്ട് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഏകദേശം ഒരു 0.5 മുതൽ 1% വരെയുള്ള എക്സ്പെൻസ് റേഷ്യോ ആണ് എപ്പോഴും നല്ലത്. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺസിനെ നല്ല രീതിയിൽ ബാധിക്കും. നമ്പർ 4, എക്സിറ്റ് ലോഡ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈടാക്കുന്ന ഒരു ചാർജാണ് എക്സിറ്റ് ലോഡ്. സാധാരണ ഇത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എക്സിറ്റ് ലോഡ് പിടിക്കുന്നതായിട്ട് കാണുന്നത്. അടുത്തത് എങ്ങനെ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ നോക്കാം. നമ്പർ 1, ഗോൾ സെറ്റിംഗ്. നിങ്ങളാദ്യം നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക. കാർ വാങ്ങാനാണോ, വീട് വെക്കാനാണോ, അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുക. 1 വർഷം 2 വർഷമൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഡെപ്റ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 2 വർഷത്തിന് മുകളിലാണെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. നമ്പർ 2, സെലക്ട് എ ഫണ്ട് മാനേജർ. നിങ്ങൾ ആദ്യം ഒരു ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ആരാണ് ആ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അയാളുടെ പേര്, ആളുടെ എക്സ്പീരിയൻസ്, എത്ര നാളായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഇതെല്ലാം കാണാൻ സാധിക്കും. ഏകദേശം ഒരു 3-4 വർഷം സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ് ബെറ്റർ. നമ്പർ 3, എക്സ്പെൻസ് റേഷ്യോ. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം 1% താഴെ വരുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് എപ്പോഴും നല്ലത്. നമ്പർ 4, എക്സിറ്റ് ലോഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര വരുമെന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്കൗട്ട് ചെയ്യണം. നമ്പർ 5, പോസ് അല്ലെങ്കിൽ സ്കിപ്പ് ഓപ്ഷൻ. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു സ്കിപ്പ് ഓപ്ഷൻ അല്ലെങ്കിൽ പോസ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഭാവിയിൽ നമുക്കൊരു ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപകാരം വരാം. ഇനി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 1000 രൂപ SIPയിൽ എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്ത് 25 വർഷം കഴിഞ്ഞാൽ നമുക്ക് 6 കോടി രൂപ കിട്ടും. പക്ഷേ എല്ലാ വർഷവും നമുക്ക് 30% റിട്ടേൺസ് കിട്ടണം. അതെന്തായാലും ഉണ്ടാവില്ല. നിലവിൽ ഏകദേശം 10 to 15% നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും കോടികളുടെ കണക്കണ്ട് മ്യൂച്വൽ ഫണ്ടിൽ വരരുത്. പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഡിസിപ്ലിനോട് കൂടി ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ടേംസ്, എങ്ങനെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്.